IPL-ൽ കൂടുവിട്ട് കൂടുമാറ്റം പതിവാണ്. വിരാട് കോഹ്ലിയെ പോലെയുള്ള അപൂർവം താരങ്ങൾ മാത്രമാണ് ഒറ്റ ഫ്രാഞ്ചൈസിക്ക് മാത്രമായി ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഈ സീസണിൽ കളിച്ച ടീമിനൊപ്പം അടുത്ത സീസണിൽ എത്ര താരങ്ങൾ ഉണ്ടാകുമെന്ന പ്രവചനം അസാധ്യമാണ്. ക്യാപ്റ്റന്മാരുടെ സ്ഥാനം പോലും പല ടീമുകളിലും ഉറപ്പല്ല. കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യർ ഇത്തവണ പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ആയിരുന്നുവെന്നും ഓർക്കണം. ഋഷഭ് പന്തും ഫാഫ് ഡു പ്ലസിസും KL രാഹുലും ഒക്കെയാണ് മറ്റ് ഉദാഹരണങ്ങൾ. താരങ്ങൾ ഫ്രാഞ്ചൈസി വിടുന്നത് സംബന്ധിച്ച് കിംവദന്തികളും പ്രചരിക്കാറുണ്ട്. സമീപകാലത്ത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ ചുറ്റിപ്പറ്റിയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടിക പരിശോധിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ കാണാനാവുന്നത് സഞ്ജു അടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയേക്കുമെന്ന പ്രവചനങ്ങളാണ്. പരിക്കുകൾ സഞ്ജുവിനെ വലച്ച സീസണായിരുന്നു ഇത്തവണത്തേത്. ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും സഞ്ജുവിന് ടീമിൽ റോളുകൾ കുറയുന്നുവെന്നും പരിശീലകൻ രാഹുൽ ദ്രാവിഡുമായി സഞ്ജു ചേരില്ലെന്നും അടക്കം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളി സാക്ഷാൽ ദ്രാവിഡ് തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതൊക്കെ എങ്ങനെ പ്രചരിക്കുന്നുവെന്ന ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്നാൽ സഞ്ജുവുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ പലപ്പോഴും അവസാനിച്ചിട്ടില്ല. ടീം ക്യാമ്പ് വിട്ടപ്പോൾ സഞ്ജു രാജസ്ഥാൻ റോയൽസിനോട് ബിഗ് ബൈ പറയുന്ന ദൃശ്യങ്ങൾ അഭ്യൂഹങ്ങളുടെ എരുതിയിൽ വീണ്ടും എണ്ണയൊഴിച്ചു. രാജസ്ഥാൻ റോയൽസ് പങ്കുവച്ച വീഡിയോ ആരാധകരിലും സംശയമുണ്ടാക്കി. സഞ്ജു ടീം വിടുന്നതിന്റെ സൂചനയാകാമെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ബിഗ് ബൈ പരാമർശനത്തിൽ മറ്റ് വ്യാഖ്യാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ലെന്നും സഞ്ജു റോയൽസ് ടീം വിടില്ലെന്നും വാദമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സഞ്ജു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വീണ്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ജീവൻ പകരുന്നത്. നീങ്ങാൻ സമയമായി എന്ന ക്യാപ്ഷനാണ് ഭാര്യ ചാരുലതയ്ക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സഞ്ജു കുറിച്ചത്. നിലവിൽ ക്രിക്കറ്റ് തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സഞ്ജു ഭാര്യയ്ക്കൊപ്പം വെക്കേഷന് പോകുന്നതായിരിക്കാം ഇതിലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ആരാധകർ അതിന് മറ്റൊരു അർത്ഥം കണ്ടെത്തുകയാണ്.